ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കൂടുതൽ വീഡിയോകൾക്ക് റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു പെൻഡ്രൈവ് വാങ്ങി. ഈ പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കോപ്പി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കോപ്പി ചെയ്തതിനു ശേഷം പെൻഡ്രൈവ് ഡിസ്കണക്ട് ചെയ്ത് വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ കോപ്പി ചെയ്ത ഫയലുകളൊന്നും പെൻഡ്രൈവിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ പെൻഡ്രൈവ് വാങ്ങിയത് ഏതെങ്കിലും ഷോപ്പിൽ നിന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റുകളിൽ നിന്നല്ല. ഇത് വാങ്ങിയത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പയ്യൻ കൊണ്ടു നടന്ന് വിറ്റ പെൻഡ്രൈവ് ആണ്. 60 GB പെൻഡ്രൈവ്. ഏകദേശം 150 രൂപയ്ക്കാണ് ആ പെൻഡ്രൈവ് വാങ്ങിയത്. അപ്പോൾ ആദ്യം നമുക്ക് തോന്നാം ഈ പെൻഡ്രൈവിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കാം, എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം എന്നൊക്കെ നമുക്ക് തോന്നാം. എനിക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, ഈ പെൻഡ്രൈവ് ഒറിജിനൽ പെൻഡ്രൈവ് അല്ല, ഇത് ഇയാളെ ആരോ പറ്റിച്ചതാണ്. എന്നാൽ ആ പെൻഡ്രൈവ് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പെൻഡ്രൈവ് പോലെ തന്നെ തോന്നും. സാൻഡിസ്കിന്റെ സാറിന് നമ്മൾ വാങ്ങുന്ന ഒറിജിനൽ പെൻഡ്രൈവ് പോലെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള പാക്കേജിലാണ് ആ പെൻഡ്രൈവ് ലഭിച്ചത്. നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. നമ്മളപ്പോൾ പലയിടത്ത് വെച്ചും ഇതേപോലെ GB ഒക്കെ പെൻഡ്രൈവ് 100-200 രൂപയ്ക്ക് ലഭിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചിന്തിക്കും 100 രൂപയുടെ കാര്യമേ ഉള്ളൂ പറഞ്ഞാൽ വാങ്ങി നോക്കിയേക്കാം. എന്നാൽ ഇങ്ങനെ നിങ്ങൾ പെൻഡ്രൈവ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കബളിപ്പിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ റോഡ് സൈഡിൽ ആരെങ്കിലും കൊണ്ടു നടന്ന് പെൻഡ്രൈവ് വിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെമ്മറി കാർഡ് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാതെ ഇരിക്കുക. വില കുറച്ച് 100 രൂപയ്ക്ക് പെൻഡ്രൈവ് വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ 100 GB ഉള്ള പെൻഡ്രൈവ് ആണെങ്കിൽ 100 GB കാണിക്കും. എന്നാൽ നിങ്ങൾക്ക് അതിൽ ഫയലുകളൊന്നും കോപ്പി ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രിക്ക് എന്താണെന്ന് ഞാൻ പറയാം. ഈ പെൻഡ്രൈവിനുള്ളിൽ ഫ്ലാഷ് സ്റ്റോറേജിന്റെ കപ്പാസിറ്റി ഉള്ളത് 1 GB 2 GB പോലും കാണില്ല. ചിലപ്പോൾ 10 MB അല്ലെങ്കിൽ 15 MB മാത്രമേ ഇതിൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കത്തുള്ളൂ. എന്നാൽ ഇതിലൊരു ലൂപ്പ് ഷോ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ 128 GB അല്ലെങ്കിൽ GB ഒക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഫയലുകൾ കോപ്പി ചെയ്യുമ്പോൾ കോപ്പി ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതിൽ 4 MB 5 MB ഉള്ള ഫ്ലാഷ് സ്റ്റോറേജ് ആണ് ഉള്ളതെങ്കിൽ കോപ്പി ചെയ്യുമ്പോൾ 4 MB കോപ്പി ആകും. അതിനുശേഷം അത് ഡിലീറ്റ് ആയി വീണ്ടും ഇങ്ങനെ ഇത് കോപ്പി ആയിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ഒരു സർക്കിളിലാണ്. ഇത് 4 MB കോപ്പി ആവും, അതിനുശേഷം ആ 4 MB ഡിലീറ്റ് ആയതിനു ശേഷം വീണ്ടും അടുത്ത 4 MB കോപ്പി ആവും. ഇങ്ങനെയായിരിക്കും നമുക്ക് കോപ്പി ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മൾ പെൻഡ്രൈവ് ഊരിയതിനു ശേഷം വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പെൻഡ്രൈവ് ഊരുമ്പോൾ തന്നെ അതിലുള്ള ഫയലുകൾ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയി പോയി കാണും. കാരണം ആ 4 MB 5 MB കോപ്പി ചെയ്യാനോ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റോറേജ് ആയിരിക്കത്തില്ല. അപ്പൊ നമ്മൾ പെൻഡ്രൈവ് ഊരുമ്പോൾ തന്നെ ഇത് ഡിലീറ്റ് ആവും. വീണ്ടും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പെൻഡ്രൈവിൽ ഒന്നും കാണത്തില്ല. പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ 128 GB പെൻഡ്രൈവ് ആണെങ്കിൽ, അല്ലെങ്കിൽ 60 GB പെൻഡ്രൈവ് ആണെങ്കിൽ അത്രയും അവിടെ ഷോ ചെയ്യും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പെൻഡ്രൈവ് വാങ്ങണമെങ്കിൽ ഓൺലൈൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ, ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങാതെ, അതല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നിടത്ത് ഏതെങ്കിലും അടുത്തുള്ള നല്ല കടകളിൽ നിന്നും പെൻഡ്രൈവ് വാങ്ങുക. അതിനോടൊപ്പം തന്നെ ബില്ലും ചോദിച്ച് വാങ്ങാൻ മറക്കരുത്. എത്ര പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് അറിയത്തില്ല. നിങ്ങൾ എന്തായാലും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.